ആദ്യം നമ്മൾ സർക്കിൾസിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് സർക്കിൾസ് എന്നാണ്. നമുക്ക് എന്താണ് സർക്കിൾ എന്ന് നോക്കാം. ആക്ച്വലി എ സർക്കിൾ ഈസ് എ കളക്ഷൻ ഓഫ് പോയിൻറ്റ്സ്. സർക്കിൾ എന്ന് പറഞ്ഞാൽ കുറേ പോയിൻറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ്. ഈ പോയിൻറ്റ്സ് എല്ലാം എവിടെയായിരിക്കും ഉണ്ടാവുക? വിച്ച് ആർ ഈക്വ ഡിസ്റ്റൻറ്റ് ഫ്രം എ ഫിക്സഡ് പോയിൻ്റ് ഇൻ എ പ്ലെയിൻ. നമ്മളൊരു പേപ്പറിൽ ഒരു ഫിക്സഡ് പോയിൻ്റ് ഇട്ട് ഈ ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ദ ഫിക്സഡ് പോയിന്റ് ഈസ് നോൺ ആസ് സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ, ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ ഈ ഒരു ഡിസ്റ്റൻസ് എല്ലാം ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കുമല്ലോ. അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് നമ്മൾ ഓരോ പോയിന്റ് ഇട്ടാൽ ആ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുക? ഒരു സർക്കിള് നമുക്ക് വരയ്ക്കാൻ പറ്റുക. ഓക്കെ, അതിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. എല്ലാ പോയിന്റ്സും ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ നിന്ന് വരികയാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ ഈസ് റേഡിയസ്. സർക്കിളായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് റേഡിയസ്. നമുക്കറിയാം എന്താണ് റേഡിയസ്. യെസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് a point on it is called its radius. അല്ലേ? എന്താണ് റേഡിയസ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ദ സർക്കിൾ, ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ, അതും എ പോയിന്റ് ഓൺ ഇറ്റ്സ് കോൾഡ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ ഓഫ് ദ സർക്കിളും ഈ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയാം? റേഡിയസ് എന്ന് പറയാം. റേഡിയസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഏതാണ് ലെറ്റർ? യെസ്, സ്മോൾ ലെറ്റർ ആർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ സെൻറ്ററിന് ഇവിടെ വരെയുള്ളതാണ് എന്ത്? റേഡിയസ്. എവിടെ ഏത് ഭാഗത്ത് റേഡിയസ് വരച്ചാലും എല്ലാം എന്തായിരിക്കും? ഈക്വൽ. അപ്പോൾ ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ് കേട്ടോ. ഓക്കെ, ഇതിന് അടുത്ത ടേമാണ് ഡയമീറ്റർ. എന്താണ് ഡയമീറ്റർ? യെസ്, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ട്വൈസ് ഓഫ് ദി റേഡിയസ് ഈസ് കോൾഡ് ഡയമീറ്റർ. ട്വൈസ് ഓഫ് ദി റേഡിയസ്. നമ്മുടെ റേഡിയസ് എത്രയാണോ അതിൻ്റെ ഡബിൾ, അതായിരിക്കും എന്ത്? ഡയമീറ്റർ എന്നുള്ള ടേം. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതല്ലേ റേഡിയസ്, അപ്പോൾ ഇതും കൂടി ചേർന്നാൽ എന്തായി? ഒരു ഫുൾ ലൈനായി അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ എപ്പോഴും എന്തായിരിക്കും? റേഡിയസിൻ്റെ ട്വൈസ് ആയിരിക്കും. ഡയമീറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡി എന്ന് ഉപയോഗിക്കാം, പക്ഷെ അങ്ങനെ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല ഡയമീറ്റർ കേട്ടോ. അധികവും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് റേഡിയസിന് മാത്രമാണ്. അപ്പോൾ ഡയമീറ്ററിന് നമുക്ക് അങ്ങനെ ഡിനോഷൻ വേണ്ട. ദെൻ നെക്സ്റ്റ് വൺ, അടുത്തതാണ് കോഡ്. കോഡ് മറ്റൊരു ടേമാണ് സർക്കിളായിട്ട് ബന്ധപ്പെട്ട കോഡ്. എന്താണ് കോഡ്? എ ലൈൻ ജോയിനിങ് any two parts on a circle is called a chord. എന്ന് പറഞ്ഞാൽ എ ലൈൻ ജോയിനിങ് എനി ടു പാർട്സ് ഓൺ എ സർക്കിൾ ഈസ് കോൾഡ് എ കോഡ്. അതായത് നമ്മൾ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിൾ നമ്മൾ എവിടെയെങ്കിലും 2 പോയിന്റ്സ് ഇടാം. ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ആ റാ പോലെ വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു കോഡ് എന്ന് വിളിക്കാം. ഓക്കെ, മനസ്സിലായോ? എ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് സോറി അത് ആർക്കാണ്? സോറി. കോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കാം. ഇതാണ് കോഡ്. ഓക്കെ, നമുക്ക് എവിടെ വേണമെങ്കിലും കോഡ് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം, കോഡ് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഒരു സർക്കിളിൽ നമുക്ക് എത്ര വേണമെങ്കിലും കോഡ്സ് വരയ്ക്കാൻ പറ്റും. അതിന് ഒരു മാക്സിമം എന്ന് പറഞ്ഞ ഒരു ലിമിറ്റ് ഇല്ല. എത്ര വേണമെങ്കിലും നമുക്ക് കോഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഡയമീറ്റർ.
അങ്ങനെയാണെങ്കിൽ ഒരു സർക്കിളിലെ ഏറ്റവും നീളം കൂടിയ ഒരു കോഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? അത് ഡയമീറ്റർ ആണ് എഴുതണം. ദ ലാർജസ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ ഈസ് കോൾഡ് ഡയമീറ്റർ. ഒരു സർക്കിളിലെ ഏറ്റവും നീളം കൂടിയ കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് എന്ത് പേരിടണം? ഡയമീറ്റർ എന്ന് പേരിടണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ആർക്ക്. ആർക്ക്, എ പാർട്ട് ഓഫ് എ സർക്കിൾ ഈസ് കോൾഡ് an arc. എന്ന് പറഞ്ഞാൽ എന്താ? എ പാർട്ട് ഓഫ് എ സർക്കിൾ ഈസ് കോൾഡ് an arc. ഒരു സർക്കിൾ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും മാർക്ക് ചെയ്താൽ ഇതാണെന്ത്? ഒരു ആർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എ കൊടുത്ത്, ഇവിടെ ബി കൊടുത്ത്, ഇവിടെ സി, ഇവിടെ ഡി. അപ്പോൾ ഈ ആർക്കിൻ്റെ പേരാണ് ആർക്ക് എ സി ബി. ഇവിടെ ഒരു ആർക്ക് ഉണ്ട്, ആർക്ക് എ ഡി ബി. ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആർക്കിന് ഇങ്ങനെയാണ് ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെ യൂസ് ചെയ്തായിട്ട് ടെക്സ്റ്റിൽ കാണുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഇവിടെ മുതൽക്കാണ് നമ്മൾ നമ്മുടെ ചാപ്റ്റർ പഠിക്കാൻ പോണത്. എന്താണ് സെൻട്രൽ ആംഗിൾ? ഇപ്പം നമ്മളൊരു സർക്കിൾ വരച്ചു, അതിന് സെൻറ്റർ മാർക്ക് ചെയ്തു. ദെൻ ഇവിടെ ഞാൻ റേഡിയസ് വരച്ചു, ഇവിടെയും റേഡിയസ് വരച്ചു. ഇവിടെ എ എന്നും ഇവിടെ ബി എന്നും ഇവിടെ ഒ എന്നും കൊടുത്തു. ഇവിടെ ഞാൻ സി എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്കൊരു ആർക്ക് ഉണ്ട്, ആർക്കിൻ്റെ പേരാണ് എ സി ബി. ഇവിടെ നമുക്കൊരു ആംഗിൾ ഉണ്ട്, ആംഗിളിൻ്റെ പേരാണ് എ ഒ ബി. ഈ എ സി ബി എന്ന് പറയുന്ന ആർക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ എ സി ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് ഏത്? എ ഒ ബി. അതായത് ഈ എ സി ബി എന്ന് പറഞ്ഞ ആർക്കിൻ്റെ സെൻറ്ററിലുള്ള ആംഗിൾ ആണ് ഏത്? എ ഒ ബി. എന്തുകൊണ്ടാണെന്ന് അറിയാം? എ ഒ ബി ആംഗിൾ എ ഒ ബി ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ ആയത് എ സി ബി എന്ന് പറഞ്ഞ ആർക്കിൻ്റെ എയിൽ നിന്നും ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗിൾ ആണ് ഏത്? എ ഒ ബി. അതുകൊണ്ടാണ് ഇത് ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ ആയത്. അപ്പം എന്താണ് സെൻട്രൽ ആംഗിൾ? ദ ആംഗിൾ ഫോംഡ് ബൈ joining the ends of a chord to the center of the circle is central angle of the chord. എന്താണ് പറഞ്ഞത്? നല്ലോണം നോക്കിക്കോളൂ. The angle formed by joining the ends of a chord. ഈ കോഡിന്റെ എൻസ് ഏതൊക്കെയാണ്? ഈ കോഡിന്റെ എയും ബിയും. ഈ ആംഗിൾ ഫോം ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ സെൻട്രൽ ആംഗിൾ ആയ എ ഒ ബി ഫോം ചെയ്യുന്നത് ഒരു കോഡിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്നാണ്. ദ ആംഗിൾ ഫോംഡ് ബൈ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് ദ കോഡ് ടു ദ സെൻട്രൽ ഓഫ് ദ സർക്കിൾ. അപ്പൊ ഈ എ സി ബി ആണ് എന്ത്? കോഡ്. എയും ബിയും ആണ് അതിന് എൻഡ് പോയിന്റ്സ്. ആ എൻഡ് പോയിന്റ്സിൽ നിന്ന് സെൻട്രലിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ് എന്ത്? സെൻട്രൽ ആംഗിൾ ഓഫ് ദാറ്റ് കോഡ്. ഏത് കോഡ്? എ സി ബി. ആംഗിൾ എ സി ബിയുടെ സെൻട്രൽ ആംഗിൾ ആണ് ഇത്? എ ഒ ബി. ക്ലിയർ? അടുത്തതാണ് സെക്ടർ. എന്താണ് സെക്ടർ? നമ്മൾ 9th പഠിച്ചാണ് സെക്ടർ എന്താണ്. എന്താ സെക്ടർ? ദ ഫിഗർ ഫോംഡ് ബൈ ജോയിനിങ് ഓൺ ആർക്ക് ആൻഡ് റേഡി ത്രൂ ഇറ്റ്സ് എൻഡ്സ് ഈസ് കോൾഡ് സെക്ടർ. ഇതാണ് ഒരു സെക്ടർ. ദ ഫിഗർ ഫോംഡ് ബൈ, ഇതൊരു ഫിഗർ ആണ്, ഇതൊരു രൂപമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു ആർക്കും ഒരു റേഡിയസും കൂടിയാലാണ് ഈ സെക്ടർ ഉണ്ടാവും. ഇത് ഏതാ ആർക്ക്? എ സി ബി. റേഡിയസ് ഏതാ? ഒ ബി, എ ഒ. റേഡിയസും ആർക്കും കൂടി ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? ഒരു സെക്ടർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കാര്യം പഠിക്കാണ്ട്. ഏരിയ ഓഫ് ദി സർക്കിൾ. സർക്കിളിൻ്റെ ഏരിയ കാണാൻ പൈ ആർ സ്ക്വയർ. ദെൻ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ 2πr. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസും കൂടി നമ്മളവിടെ മനസ്സിലാക്കി വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് നേരെ അടുത്തതിലേക്ക് പോവാം.
അടുത്തത് ഒരു പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുകയാണ്. ഇതാണ് സെമി സർക്കിൾ. ഇതിൻ്റെ ഡയമീറ്റർ ആണ് AB, സെൻറ്റർ O ആണ്. അപ്പോൾ ഒരു സെമി സർക്കിളിനെ സംബന്ധിച്ച് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. ദാറ്റ് മീൻസ് ഒരു സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സെമി സർക്കിളിലെ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇപ്പോൾ ഏതാണ്? AB ആണ് നമ്മുടെ ഡയമീറ്റർ, OBയും AOയും ഒക്കെ ഈ സർക്കിളിലെ റേഡിയസ് ആണ്. ഇതാണെന്ത്? സെമി സർക്കിൾ. നമ്മൾ സെമി സർക്കിളിൽ എവിടെ ആംഗിൾ വരച്ചാലും അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ എയിൽ നിന്നും ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു ആംഗിൾ വരച്ചു, അതാണ് ACB. ആംഗിൾ ACB എത്ര? ഇവിടെ 90 ഡിഗ്രി. ഇനി നമ്മൾ ഈ ഭാഗത്ത് വരയ്ക്കുക വെച്ചോ, ADB. ഇത് എത്ര തന്നെയാണ്? ആംഗിൾ ADB 90 ഡിഗ്രി. ഇനി ഇവിടെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിലോ അവിടെയും 90 ഡിഗ്രി. എന്ന് പറഞ്ഞാൽ എന്താ? സെമി സർക്കിളിൽ നമ്മൾ എവിടെ ആംഗിൾ വരച്ചാലും അത് 90 ഡിഗ്രി ആയിരിക്കും എന്ന് അർത്ഥം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി, നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. ഇനി ഈ ഒരു തിയറവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളൊരു സർക്കിൾ വരച്ചു, ഇതിൻ്റെ ഡയമീറ്ററും സെൻറ്ററും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഇവിടെ നമ്മൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ആംഗിൾ ഇങ്ങനെ വരച്ചിട്ട് ഈ ആംഗിളിൻ്റെ ഈ മൂന്നാമത്തെ എഡ്ജ് ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ ആ ആംഗിൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അത് നമ്മൾ സർക്കിളിൽ ടച്ച് ചെയ്താൽ 90 ഡിഗ്രി ആയിരിക്കും. സർക്കിളിൽ ടച്ച് ചെയ്യാതെ ഉള്ളിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതേപോലെ ഒരു സർക്കിൾ വരച്ചിട്ട് റേഡിയസും സെൻറ്ററും ഒക്കെ മാർക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ എഡ്ജ് സർക്കിളിൻ്റെ പുറത്താണ് വരുന്നതെങ്കിൽ അത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുക ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നാണ്. പിന്നെ അതായത് പുറത്താണ് എങ്കിൽ അതെന്തായിരിക്കും, ഉള്ളിലാണ് എങ്കിൽ എന്തായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതേപോലത്തെ. അതായത് സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയമീറ്റർ. അപ്പോൾ ഒരു 110 ഡിഗ്രി കിട്ടുന്നുണ്ട്. 110 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ അതെവിടെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 90 അല്ലേ? 110 ഡിഗ്രി എവിടെയായിരിക്കും? സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. 70 ഡിഗ്രി വരയ്ക്കുന്നുണ്ട്, അത് 90 ഡിഗ്രി താഴെയായിരിക്കും. അപ്പോൾ അതെവിടെയാണ്? അത് സർക്കിളിൻ്റെ പുറത്തായിരിക്കും. ഇനി 90 ഡിഗ്രി വരുന്നുണ്ട്, അതെവിടെയായിരിക്കും? സർക്കിളിലായിരിക്കും. അപ്പം 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ, 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ, 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പം ഇങ്ങനെയാണ് വരിക, ഔട്ട്സൈഡ് ദ സർക്കിൾ, ഇൻസൈഡ് ദ സർക്കിൾ, ഇങ്ങനെ വരും. ഓക്കെ, ശരി.